ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശൗര്യ യജ്ഞത്തിന്റെ 186 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് സംഗീത SV കാസർഗോഡാണ്. നമ്മുടെ കോർഡിനേറ്റർ ഗീത ഉണ്ണികൃഷ്ണൻ ഇടുക്കിയാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും ശ്രീ വിനോദ് തിരുമല തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പോൾ വിനോദ്, ഗീത ഉണ്ണികൃഷ്ണൻ ഓങ്കാരം ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ ഓൺ ചെയ്യാൻ പറയുമ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങണം. 10 മിനിറ്റ് വായിക്കാം, 15-20 മിനിറ്റ് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. സായിരാം. താങ്ക് യു സോ മച്ച്. साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. സായിരാം. വിനോദ് സാർ വീഡിയോ ഓണാക്കി വായിച്ചോളൂ. ജയ് സായിറാം. എൻ്റെ പേര് വിനോദ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ തിരുമല എന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ സമിതി മണ്ണാമൂല ശ്രീ സത്സായി സമിതി. ഞാൻ സമിതിയുടെ കൺവീനറും കൂടെയാണ്. ഇന്ന് 2 കാര്യങ്ങളാണ്. ഒന്ന് ഉള്ളത് സായി വാണിയുടെ വായനയാണ്. തുടങ്ങട്ടെ. എന്തൊരു ഗുരുപൂജ എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഒരു മിനിറ്റ് വീഡിയോ ഓൺ ചെയ്തിട്ട് ഒന്ന് കണ്ടിട്ട് ആണെങ്കിൽ കാണിച്ചോളൂ. വീഡിയോ ഓഫ് ചെയ്തോട്ടോ. വീഡിയോ ഓൺ ചെയ്തിട്ട് ചെയ്താല് ആരാണ് പറയുന്നതെന്ന് കാണാമല്ലോ. വീഡിയോ ഓൺ ആണല്ലോ ആൻറ്റി. ഫോണിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വേണ്ട, പറഞ്ഞോളൂ. വീഡിയോ ഓൺ അല്ലേ? ആർക്കും കണ്ടൂടെ? അല്ല, നിങ്ങളുടെ ഫോട്ടോ കാണാനിക്കല് വീഡിയോ ശരിക്കും ഓൺ ആക്കണം. നിങ്ങളുടെ ഒറിജിനൽ ഫോട്ടോ. ഞാൻ ഒന്നും കൂടെ ലോഗിൻ ചെയ്യണോ? അതോ ഇതിൽ ഒരു കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടോ. വീഡിയോ ഓൺ ആണ്. പിന്നെ ആ രീതിയിലോ കാര്യം ഒരു കൂടെ ലോഗിൻ ചെയ്തിട്ടോ. സൈറാ ആൻറ്റി കേൾക്കാമോ? കുറച്ച് പൊങ്ങിയിരുന്നോളൂ, ഒന്ന് പൊങ്ങിയിരുന്നോളൂ. സൈറാ ആൻറ്റി ഒന്ന് പൊങ്ങിയിരിക്കണേ. നിങ്ങളുടെ പൊങ്ങിയിരിക്കണം. ഗുരുപൂജ എന്നുള്ള ടോപ്പിക്കാണ്. എന്തൊരു ഗുരുപൂജ. സനാന സാരഥി ഒക്ടോബർ 2023 14-ാം പേജിലെ ഒരു ടോപ്പിക്കാണ്. ഗുരു സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്ന ആ ഗുരുവിന് അദ്ദേഹം തൻ്റെ അറിവ് നിർലോഭം അവരിൽ ചൊരിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ ഗുരുവിൻ്റെ ജന്മദിനം അടുത്തു. ഒരു വത്സല ശിഷ്യൻ ഗുരുനാഥനെ തൻ്റെ ഗൃഹത്തിലേക്ക് സദ്യ കഴിക്കാൻ വളരെ വിനയപൂർവ്വം ക്ഷണിച്ചു. ശിഷ്യന്റെ ഗുരുഭക്തിയിൽ
സംപ്രീതനായ ഗുരുനാഥൻ സമ്മതിച്ചു ജന്മദിനത്തിന് സദ്യ കഴിക്കാൻ ചെല്ലാമെന്ന്. ജന്മദിനം വന്നെത്തി. ഗുരു ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആശ്രമത്തിലേക്കുള്ള ശിഷ്യനോട് പറഞ്ഞു, ഞാൻ പോയി വരാം. ഗുരുനാഥൻ യാത്രയായി. ആശ്രമത്തിലുള്ള ശിഷ്യൻ കുളി കഴിഞ്ഞ് ഗുരുപൂജയ്ക്കായി ഇരുന്നു. പുറത്തു നിന്നും ആരെങ്കിലും വന്ന് ശല്യപ്പെടുത്തിയാലോ എന്ന് കരുതി അയാൾ വാതിൽ അകത്തു നിന്നും തഴുതിട്ടു. ഗുരുനാഥന്റെ ചിത്രം എടുത്ത് പീഠത്തിൽ വെച്ച് അതിനു മുന്നിൽ നിലവിളക്ക് കൊളുത്തി അർച്ചന തുടങ്ങി. നേരെ ഉച്ചയായി. ഗുരു മറ്റേ ശിഷ്യന്റെ ഗൃഹത്തിൽ നിന്നും സദ്യയും കഴിച്ച് തിരിച്ചെത്തി. പൊള്ളുന്ന ചൂട്. ഗുരുനാഥൻ നഗ്നപാതനാണ്. തലയിൽ ഒരു മുടി പോലുമില്ല. താഴെ നിന്നും മുകളിലേക്ക് നിന്നും തിളയ്ക്കുന്ന ചൂട്. അദ്ദേഹം ഓടി വന്ന് ആശ്രമത്തിന്റെ വാതിലിൽ മുട്ടി. അത് പൂട്ടിയിരിക്കുകയാണ്. അകത്ത് ശിഷ്യൻ ഗുരുനാഥന്റെ നാമം ചൊല്ലി അർച്ചന നടത്തുന്നത് ഗുരുവിന് നന്നായി കേൾക്കാം. ഗുരു പുറത്തുനിന്ന് വിളിച്ചു, വാതിൽ തുറക്കൂ. അദ്ദേഹം ഉറക്കെ വിളിച്ചു കൂവി. ശിഷ്യൻ ഇത് കേട്ടു. ഉറക്കെ പറഞ്ഞു, ക്ഷമിക്കണം ഗുരുനാഥ, ഇപ്പോൾ തുറക്കാനാവില്ല. ഞാനിവിടെ അങ്ങയെ പൂജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് പൂജ മുടക്കുമ്പോൾ ഗുരു നിന്ദയാകും. അത് കഴിയും വരെ നിൽക്കൂ. ഇതാണ് ഇന്നത്തെ ശിക്ഷാഗുണങ്ങൾ ഗുരുഭക്തി. ജീവനോടിരിക്കുന്ന ഗുരുവിനെ പരിചരിക്കാതെ ഗുരുവിന്റെ ചിത്രത്തിൽ പൂജ ചെയ്തിട്ടെന്ത് കാര്യം? ഗുരുവിനെ പൂജിക്കുക എന്നതാണ് ഗുരുവിന്റെ ഉപദേശങ്ങൾ ആ ജീവിതത്തിൽ പകർത്തുക എന്നാണ് അതിനർത്ഥം. ജയ്. ഇനി എൻ്റെ അനുഭവങ്ങളിലേക്കുള്ള പറയുകയാണെങ്കിൽ ഏറ്റവും എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉള്ളത് ആദ്യം മുതലുള്ള യൂത്ത് ക്യാമ്പിലുള്ള 2006 മുതലുള്ള യൂത്ത് ക്യാമ്പിലുള്ള ഞാൻ പങ്കെടുത്തുള്ള അനുഭവങ്ങളാണ്. ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് മിസ്സായതും പക്ഷെ അവര് അടുത്ത ക്യാമ്പുകൾ ശ്രമിക്കാത്തതുള്ള വളരെ മിസ്സാവുന്ന ഒരു കാര്യം കൂടെയാണ് യൂത്ത് ക്യാമ്പ്. സ്വാമി 2006 ക്യാമ്പിൽ ഏകദേശം 3000 പേരോളാണ് അന്ന് പങ്കെടുത്തത്. അന്ന് ഞാൻ നമ്മുടെ സമിതിയുടെ യൂത്ത് ഇൻചാർജ് ആയിരുന്നു. ആദ്യമായി നമ്മൾ കൊണ്ടുപോയത് 24ഓളം പേരായിരുന്നു. തൊട്ടടുത്ത ക്യാമ്പിൽ നമ്മൾ 100ഓളം പേര് ഒരു ബോഗി മുഴുവൻ റിസർവ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മണ്ണാമൽ സമിതിയിൽ നിന്ന് അന്ന് കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നീട് കൊറോണ കാലം വരെ ഏകദേശമുള്ള കാലങ്ങളിൽ യൂത്ത് ക്യാമ്പിൽ എല്ലാവരും പങ്കെടുക്കാനും നമ്മുടെ സമിതിയിൽ നിന്നും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പേര് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണ് ഇന്ന് എൻ്റെ ജീവിതത്തിലുള്ള ആ ഒരു ടോപ്പിക്കുകൾ വരുന്നത്. എങ്ങനെയെല്ലാം ആ ക്യാമ്പിന് പങ്കെടുക്കാൻ സാധിക്കുമോ അന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്, കള്ളം പറഞ്ഞത് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വരല്ല. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യത്തിൽ പല ദിവസങ്ങളും ഓഫീസിൽ നമുക്ക് 3 ദിവസത്തെ ക്യാമ്പാണ്. പല ദിവസവും ആ ക്യാമ്പിൽ വിഷുവിന് 2 ദിവസത്തെ അവധിയായിരിക്കും മാക്സിമം നമുക്ക് കിട്ടുന്നത്. എങ്കിലും ആ ക്യാമ്പ് ഒന്നും മുടക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. ആദ്യത്തെ ഒരു ക്യാമ്പിന്റെ അനുഭവം തന്നെ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സിറ്റി സമിതിയിലെ ഹരിയെ കുറിച്ച്. ഹരിയും ഞാനും ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പുട്ടപർത്തിയിലെ വൈറ്റ് ഫീൽഡിലെ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ 2:30 രാവിലെ വെളുപ്പാങ്കല 2:30 നമ്മൾ എല്ലാവരും എണീക്കും. എന്നിട്ട് എല്ലാവരും ഉണരും. എങ്ങനെയെങ്കിലും കുളിക്കാനായിട്ടുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടാവണം. അത് എങ്ങനെയെങ്കിലും എല്ലാവരും കുളിച്ച് 3:30 ആവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ നിൽക്കില്ല. എന്ന് വെച്ചാൽ ആദ്യത്തെ വണ്ടിക്ക് വൈറ്റ് ഫീൽഡിന്റെ മതിലിന്റെ ഓരത്ത് ചെന്ന് ക്യൂ പിടിക്കണം. എന്നുവെച്ചാൽ അവിടെ എല്ലാവരും നിൽക്കുന്നത് മുഴുവൻ സമയവും ആ ക്യാമ്പിൽ നിൽക്കുന്നവന് എല്ലാവരും സായിഗാത്രി പറഞ്ഞ് ഗേറ്റിൽ ഇങ്ങനെ ചാരിന്ന് ഉറങ്ങുകയാണ്. എങ്കിലും എല്ലാവരും സായിഗാത്രി പറയും. അതിനുള്ള അനുഗ്രഹം എന്ന് വെച്ചാൽ അന്ന് ഗേറ്റ് തുറക്കുമ്പോൾ അന്ന് ആ ഒരു ക്യാമ്പുകളിൽ സ്വാമി വേറെ ആർക്കും കൊടുക്കാത്ത അനുഭവങ്ങൾ വെച്ചാൽ
എത്ര അടുത്ത് നമുക്ക് സ്വാമിയെ കിട്ടുമെന്ന് തന്നെ നിങ്ങളാരും വിചാരിക്കുന്നതിന് 100 ഇരട്ടി അടുത്ത്, തൊട്ടടുത്ത് നമുക്ക് സ്വാമി അനുഗ്രഹം തരാൻ വേണ്ടി വന്നിരുന്നു. നമ്മുടെ ഇന്ന് കത്തുകൾ വാങ്ങിക്കാം, നമുക്ക് തൊട്ട് നോക്കാം, നമുക്ക് കാര്യം പറയാം, നമുക്ക് അനുഗ്രഹം കിട്ടുന്ന ഒരു ക്യാമ്പുകളായിരുന്നു. ആ ക്യാമ്പുകൾ വളരെ വിജയകരമായി നടത്തിക്കൊണ്ടുവന്നു. ഇപ്പോഴുള്ള യൂത്ത് ക്യാമ്പ്, ഇപ്പൊ അനൗൺസ് ചെയ്യുന്ന ക്യാമ്പിൽ പോലും, അല്ലെങ്കിൽ ഈവൻ ഒരു ജില്ലയുടെ യൂത്ത് ക്യാമ്പുകളിൽ പോലും അറ്റൻഡൻസ് വളരെ കുറവാണ്. എന്താണെന്നറിയില്ല. പക്ഷെ അന്ന് ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള ഊർജം വളരെ, അന്ന് പങ്കെടുത്തവർക്കല്ല, എനിക്ക് നമ്മുടെ സമിതി തന്നെ ഒത്തിരി പേര് എനിക്കറിയാം. ഒരു ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിട്ടില്ല. ഇത് ഇപ്പോൾ ഉള്ള യുവജനങ്ങൾക്കുണ്ടാവുന്ന നമ്മള് ഒരു കാര്യം എല്ലാ പാരൻസിനോട് പറയാനുള്ളത്, നമ്മുടെ കൊച്ചുമക്കളുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളുണ്ടാവാം, നമുക്ക് അറിയുന്നുള്ള കൂട്ടുകാരുടെ മക്കളുണ്ടാവാം. എങ്ങനെയെങ്കിലും സാധിക്കുമെങ്കിൽ ആ വ്യാഴാഴ്ച ദിവസം നമ്മള് സമിതിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരെ അവിടെ സമിതിയിലുള്ള യൂത്തുമായി ബന്ധപ്പെടുത്തുക. നമ്മള് ഒരു ഹരിചേട്ടൻ പറയാറ്, വല്ലപ്പോഴും ധരിക്കേണ്ട ഒരു യൂണിഫോം അല്ല ഭക്തി. അത് പറയാൻ കാരണം, നമ്മള് പലരും, എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു വേണേൽ പറയാം, പലരും സമിതിയിൽ ആക്റ്റീവായിരിക്കും, സമിതിയിൽ എല്ലാ പ്രവർത്തനവും നടത്തും. പക്ഷേ അവരുടെ മക്കളുടെ കാര്യമോ അല്ലെങ്കിൽ അവരുടെ ചെറുമക്കളുടെ കാര്യം വരുമ്പോൾ അവൻ എക്സാം ആണ്, ഇന്ന് സാധിക്കത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവരെ അങ്ങ് ഒഴിവാക്കും. അങ്ങനെ ഒരു ചെറിയൊരു ഒഴിവാക്കൽ പോലും സ്വാമി അവരകറ്റും. നമുക്ക് അറിയാലോ, ഒരു വ്യാഴാഴ്ച നമ്മള് സമിതിയിൽ എത്താൻ നമ്മുടേതായ ഒരു കാരണം കൊണ്ട് ഒഴിവാക്കപ്പെട്ട ഒരു സമിതിയിൽ നമ്മൾ അടുത്ത വ്യാഴാഴ്ച സമിതിയിൽ എത്തണമെങ്കിൽ എത്രമാത്രം പണിപ്പെട്ടാൽ മാത്രമേ എത്താമെന്ന് ഇതിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും. എനിക്ക് തീർച്ചയായിട്ടും അറിയാം. നമ്മള് മനഃപൂർവ്വം ഞാൻ ഒഴിവാവാറില്ല, എങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് ഒഴിവായിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് എന്റെ ഓഫീസിന്റെ തിരക്കായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരിടത്ത് അകപ്പെട്ടു പോയതായിരിക്കാം. പക്ഷെ അടുത്ത ഒരാഴ്ച എനിക്ക് പങ്കെടുക്കാനായിട്ട് എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ട് മാത്രമേ അടുത്ത ഒരാഴ്ച സമിതിയിൽ നമ്മളെ വ്യാഴാഴ്ച എത്താൻ പറ്റും എന്നുള്ള സ്ട്രഗിൾ എനിക്കറിയാം. പിന്നെ നമ്മള് മുതിർന്നവർ എപ്പോഴും ഓർക്കുക, നമ്മുടെ കുട്ടികളുടെയും പേരക്കുട്ടികളുടെയും നമുക്ക് അറിയാവുന്നവരെയും സമിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. പല എക്സാമിന്റെ കാര്യമായാലും ശരി, ഫോർ എക്സാമ്പിൾ എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകും. ഇപ്പോൾ ഇന്നലെയും എനിക്ക് സ്ട്രഗിൾ ആയിരുന്നു. ഞാൻ വന്നു 6:30 തന്നെ എനിക്ക് സമിതിയിൽ എത്തിക്കാൻ പറ്റി. നമ്മളത് കണിശമായി നോക്കുക. നമുക്ക് കിട്ടിയ സൗഭാഗ്യം നമ്മുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും എല്ലാം പകർന്നു കയറുകയുള്ള ശ്രമം നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. നമ്മൾ തന്നെയാണ് സ്വാമിയുടെ ഉപകരണങ്ങളായി നിന്ന് ബാക്കിയുള്ളവരെ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് നമ്മളെല്ലാം അതിനൊരു ഉപകരണങ്ങൾ മാത്രമായി പ്രവർത്തിച്ചാൽ മാത്രം മതിയാവും. അത് സ്വാമിക്കെന്നല്ല, നമുക്കുള്ളൊരു അനുഗ്രഹം സ്വാമി തന്നിരിക്കുകയാണ്. അത് നമ്മൾ വഴികാട്ടി ആവാനായിട്ടെങ്കിലും നിൽക്കുക. അല്ലാതെ ഒന്നിനും നമ്മളൊരു സ്റ്റോപ്പിംഗ് സ്റ്റോൺ ആവാതെ എപ്പോഴും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി നമ്മൾ മാറാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ. ജയ് സായിരാം. പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു. ఇంద్రియములను అరికట్టడం అంటే అంత సులభమైనటువంటి మార్గం కాదు. It is not so easy to control the sense organ. సమన్వయపరచుకోవటం అతి సులభ మార్గం. It is easy to develop equal mindedness. ఈ ఉద్రేకమునకు ఈ ఉల్లాసమునకు రెండింటికి పొంగక సమత్వం భావించేటువంటి యొక్క విచారణ నీవు చేయాలి. You have to inquire and bring about a state of mind which is equal mindedness. నేను ఇంద్రియములు కాదు, you are not sense organ. నేను దేహమును కాదు, I am also not physical body. నేను నిరంతర ఆనంద స్వరూపుడైన ఆత్మనే. I am Atma, the embodiment of అనేటువంటి విశ్వాసాన్ని మనం బలపరుచుకున్నప్పుడే ఈ ఇంద్రియం యొక్క బాధలు మనకు దూరం కాగలవు. Strengthen this kind of faith in yourself. Then senses and sense organs will not bother you and hurt you. ఈ యొక్క నిరంతరమైన యొక్క విచారణ చేతనే మానవత్వాన్ని పవిత్రమైన మార్గంలో ప్రవేశపెట్టి దివ్యమైనటువంటి సన్నిధిని మనం పొందవచ్చును.
constant thinking that your Atma would be able to give you a lot of joy and sanctify your life and also take you to divinity. ഓം ശ്രീ സായിരാം. സമയമുള്ളത് കൊണ്ട് വിനോദ് പറഞ്ഞതിന് ബാക്കിയായിട്ട് ഞാൻ ഈ ബാലവികാസിനെ പറ്റി എന്തെങ്കിലും പറയാമെന്നായിരുന്നു. ഞാൻ മനസ്സിലാമേനോൻ. ഞാൻ 1978 ഭഗവാൻ ബാലവികാസ് തുടങ്ങി 9 വർഷത്തിന് ശേഷം ബാലവികാസ് എടുക്കുവാനുള്ള മഹാഭാഗ്യം ഭഗവാൻ തന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ അത് 31 വർഷം ഒരു മുടക്കവും കൂടാതെ 2 സ്റ്റേറ്റുകളിലായിട്ട് പോലും ഞാൻ വെസ്റ്റ് ബംഗാളിൽ തുടങ്ങിയ ബാലവികാസ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നതിന് ഇടയ്ക്ക് പോലും ഒരു മുടക്കം ഉണ്ടായില്ല. 2009 വരെ ഒരു മുടക്കവുമില്ലാതെ ബാലവികാസ് ക്ലാസ് എടുക്കുവാനുള്ള മഹാഭാഗ്യം ഭഗവാൻ എനിക്ക് തന്നു. ഇപ്പോഴും ഞാൻ ബാലവികാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് 79 വയസ്സായി. ഈ സമയത്ത് ഞാൻ ബാലവികാസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ബാലവികാസ് നൽകുന്ന അനുഗ്രഹം, കുട്ടികൾക്ക് നൽകുന്ന അനുഗ്രഹം നമ്മൾക്കറിയില്ല. അതെന്ന് വെച്ചാൽ അതൊരു ഫാസ്റ്റ് ഫുഡ് പോലെയല്ല. അത് നമ്മൾ എന്താ പറയാ, നമ്മളൊരു ഒരു ഒരു വിത്ത് ഇട്ടാല് ആ വിത്ത് വളർന്നു വലുതായി ഒരു തണൽ മരം ആയാൻ, ഒരു പുഴുവില്ലാതെ പുഴുവരിക്കാതെ നന്നായിട്ട് പൂത്ത് കായ്ക്കണമെങ്കിൽ ഒരുപാട് നാൾ വേണം, അല്ലേ? അതുപോലെയാണ് ബാലവികാസ്. നമ്മള് കുട്ടികളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു വിത്ത്. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടില്ല. പക്ഷെ വളരെ നാളുകൾക്ക് ശേഷം ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പരിവർത്തനം, അവർക്ക് ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുവാനുള്ള ധൈര്യം, ഇതെല്ലാം നമ്മൾ കൊടുത്ത ആ ബീജാവാപത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എനിക്ക് എന്നോട് എൻ്റെ കുട്ടികള് ലോകം മുഴുവനും ഒരുപാട് സ്ഥലങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളാണ്. അമേരിക്കയിൽ ഇരിക്കുന്ന കുട്ടികളുടെ ആൻറ്റി അന്നത്തെ മാതിരി ഒന്നും കൂടെ ബാലവികാസ് ക്ലാസ് ഇരിക്കാൻ കൊതിയാവുന്നു എന്ന് 45, 50, 56 വയസ്സായ കുട്ടികള് അന്ന് ഞാൻ തുടങ്ങിയപ്പോൾ 8, 9 വയസ്സായ കുട്ടികൾക്ക് ഇന്ന് 50, 56 വയസ്സായിട്ടുണ്ട്. അവര് പോലും എന്നോട് പറയാറുണ്ട്, ഒന്നും കൂടെ ബാലവികാസ് ക്ലാസ് ഇരുന്നതെല്ലാം കേൾക്കാൻ കൊതിയാവുന്നു ആൻറ്റി എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ, നമ്മൾ കൊടുക്കുന്ന കഥകളും പാട്ടുകളും നമ്മൾ കൊടുക്കുന്ന സ്നേഹം, നമ്മൾ എല്ലാ കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള പരസ്പര ധാരണ, ആ പരസ്പര സ്നേഹം, പങ്കുവെക്കൽ, ഇതൊക്കെയാണ് നമ്മൾ ബാലവികാസിലൂടെ കുട്ടികൾക്ക് നൽകുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു ബാലവികാസ് ഗുരു ആവണം. അത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. ആ ബാലവികാസ് നമ്മൾ എടുക്കുമ്പം നമുക്കുണ്ടാകുന്ന അനുഭൂതി, നമുക്ക് നമ്മുടെ ഞാൻ എൻ്റെ ജീവിതത്തില് ബാലവികാസ് ഒരു ഒറ്റമൂലിയാണ്. എൻ്റെ ജീവിതത്തിലെ സർവ്വ സങ്കടങ്ങൾക്കും സർവ്വ പ്രശ്നങ്ങൾക്കും ഒരു ഒറ്റമൂലി തന്നെയായിരുന്നു ബാലവികാസ്. കാരണം ബാലവികാസ് ക്ലാസ് എടുക്കേണ്ട ദിവസം വന്നു കഴിഞ്ഞാൽ എൻ്റെ സർവ്വ സങ്കടങ്ങളും അപ്രത്യക്ഷമാവും. കാരണം ആ കൊച്ചു കുഞ്ഞുങ്ങൾ നൽകുന്ന എനർജി, അവർ നമ്മൾക്ക് തരുന്ന സ്നേഹം, നമ്മളോട് കാണിക്കുന്ന വിശ്വാസം, അത് നമ്മളെ ഒരുപാട് എനർജൈസ് ചെയ്യും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഭഗവാൻ പറഞ്ഞ പോലെ ഓരോ വീടും ഒരു ബാലവികാസ് കേന്ദ്രമായി മാറണം. ഭഗവാന്റെ ഈ 100ാമത്തെ ജന്മദിനത്തിനെങ്കിലും ഒരു വീട്ടിലെ ഒരു കുട്ടിയെ ഇരുത്തിക്കൊണ്ട് ഒരു അമ്മയ്ക്ക് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് മതി. അത് തന്നെ ധാരാളമാണ്. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ വരുന്ന അതാണ്. പണ്ടത്തെ അമ്മൂമ്മ കഥകൾ എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മമാരെ അടിച്ചു ചേർത്തിരുത്തി കഥ പറയലും കിടക്കുമ്പോ കഥ പറയലും ഇതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ എല്ലാം ഫോൺ കുത്തി ഇരിക്കലുമാണ്. അതിൽ നിന്ന് അവർക്ക് നഷ്ടമാകുന്നത് പരസ്പര ധാരണ, ഒരു ആലിംഗനം, അല്ലെങ്കിൽ ഒരു ചുംബനം, അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടിക്കൽ, അതിൻ്റെ ഒരു വാംത് എന്ന് പറയില്ലേ, അതായത് ആ ഒരു സുഖശീതളമായ ഒരു സംരക്ഷണ ബോധം, അതിപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. കാരണം അച്ഛനമ്മമാർക്ക് സമയമില്ല, പുപ്പനമ്മമാർക്ക് സമയമില്ല, ആർക്കും സമയമില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചു, ഒരു ദിവസം നിങ്ങൾ 9 മിനിറ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദിവസത്തിലെ 24 മണിക്കൂറില് 9 ദിവസം നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുകൂടെ എന്ന്. ആ 9 മിനിറ്റ്, 9 നിമിഷങ്ങൾ എങ്ങനെയാണ്? കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 3 മിനിറ്റ് അച്ഛനമ്മമാരിൽ ഒരാളെങ്കിലും കൂടെ ഇരിക്കുക. ഒരു ഗുഡ് മോർണിംഗ് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനം അവർക്ക് നൽകുക. ഭൂമിയെ തൊട്ട് നമസ്കരിക്കുക, അച്ഛനമ്മമാരെ നമസ്കരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ നമസ്കാരം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാല് അത് ഈഗോ ഇല്ലാതെ ആക്കലാണ്. മറ്റുള്ള ഒരാളുടെ മുമ്പിൽ, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിൽ പോലും തല കുനിക്കുക, അവരുടെ പാദങ്ങളിൽ തൊടുക എന്നുള്ളത് ഒരു വലിയ പ്രയാസമുള്ള പ്രക്രിയയാണ് ഇപ്പോഴും. എന്തുകൊണ്ടാണത്?
ആ ഈഗോ, നമ്മുടെ മനസ്സിലുള്ള അഹന്ത, അത് കുനിയുമ്പോ മാത്രമേ അത് മാത്രമാണ് ഭഗവാൻ നോക്കുന്നത്. ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം അഹന്തയാണ്. ഭക്തനാണെന്നുള്ള അഹന്ത പോലും ഭഗവാൻ സമ്മതിച്ചിട്ടില്ല. അതുപോലും ഭഗവാൻ ഇഷ്ടമല്ല. ഒരു തരത്തിലുള്ള അഹന്തയും ഭഗവാൻ ഇഷ്ടമല്ല. കാരണം പ്രേമവും കാരുണ്യവും എല്ലാം താഴോട്ടാണ് ഒഴുകുന്നത്. അത് നദി പോലെയാണ്. നദിയിലെ വെള്ളം ഒരിക്കലും മുകളിലോട്ട് ഒഴുകില്ല, എപ്പോഴും താഴോട്ടാണ് ഒഴുകുക. അതുപോലെയാണ് അനുഗ്രഹവും കാരുണ്യവും സ്നേഹവും എല്ലാം താഴേക്കാണ് പ്രവഹിക്കുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് എന്നാല് ഈ കുട്ടികൾ അത് 3 മിനിറ്റ് രാവിലെ, ഉച്ചയ്ക്ക് കുട്ടികൾ സ്കൂളിൽ പോയി ഭക്ഷണം കഴിക്കുന്ന നേരത്ത് അവരുടെ ഒപ്പം ഒരു 3 മിനിറ്റ്, സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഒക്കെ വന്നു കഴിഞ്ഞാല് ഒരു 3 മിനിറ്റ് മക്കളെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം, അവര് പറയുന്നത് ഒന്ന് കേൾക്കുക. അത് കേൾക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇപ്പം അവര് മറ്റുള്ളിടത്തൊക്കെ പോകുന്നത്, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. അപ്പൊ ഈ 9 നിമിഷം ഒരു 24 മണിക്കൂറിൽ അച്ഛനമ്മമാര് മക്കൾക്ക് കൊടുക്കാമെങ്കിൽ അത് അവരിൽ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കും. അവര് ഫീൽ വാണ്ടഡ് എന്ന് പറയില്ലേ, എന്നെ എൻ്റെ അച്ഛനമ്മമാർക്ക് ഇഷ്ടമാണ്, അവർക്ക് എന്നെ ആവശ്യമുണ്ട് എന്നൊരു വികാരം ആ കുട്ടികളുടെ മനസ്സിൽ കൊച്ചിലേ തൊട്ടുണ്ടാവണം. അവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ അവർക്ക് നമ്മളോട് വിശ്വാസവും സ്നേഹവും നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളെ നോക്കാനുള്ള കരുതലും ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ വൃദ്ധസദനങ്ങൾ ഉണ്ടാണെങ്കിൽ അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ കൊടുത്തതാണ്. സ്വാമി എപ്പോഴും പറയും, വേൾഡ് ഇസ് എ റിഫ്ലക്ഷൻ, റിയാക്ഷൻ ആൻഡ് റീസൗണ്ട് ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ സ്വന്തം സെൽഫാണ് നിങ്ങൾ കാണുന്നത്. കാരണം പിന്നെ ലോകം ഒരു കണ്ണാടിയാണ്, അത് നിങ്ങളെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ബാലവികാസ് ക്ലാസുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് ഒരു സാധാരണ കാര്യമല്ല. ബാലവികാസ് എടുക്കുന്ന ഓരോ ഗുരുവിനും സ്വയം സാധന ചെയ്യാനുള്ള അവസരം, സ്വയം വളരെയധികം കാര്യങ്ങൾ, പാട്ടാണെങ്കിലും ഭജനയാണെങ്കിലും കീർത്തനങ്ങളാണെങ്കിലും നല്ല ശാസ്ത്രങ്ങളാണെങ്കിലും വേദമാണെങ്കിലും എല്ലാം പഠിക്കാനുള്ളൊരു ഇൻസെൻറ്റീവ്, ഒരവസരം, ഒരു പ്രചോദനം കിട്ടുന്നത് ബാലവികാസാണ്. കാരണം നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കണം എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുക. മറ്റൊരാൾക്ക് കൊടുക്കുന്നതിലുള്ള സന്തോഷം നമുക്ക് നേടുന്നതിൽ വാസ്തവത്തിലില്ല. ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ വളരെ ഒരു സന്തോഷം തോന്നും. മാത്രമല്ല നമ്മൾ കൊടുത്തത് മറ്റുള്ളവരിലേക്ക് ധാരാളമായി എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഒരു നല്ല ടീച്ചർ ഉണ്ടായാൽ മതി. ഒരു നല്ല ടീച്ചറും ഒരു നല്ല കുട്ടിയും ഉണ്ടെങ്കിൽ ഒരു നല്ല വേൾഡ് ഉണ്ടാവും, ഒരു നല്ല സമൂഹം ഉണ്ടാവും. ഒരുപാട് പേരൊന്നും വേണ്ട. അപ്പൊ നമ്മളാലാവുന്ന രീതിയിൽ ബാലവികാസ് 100ാമത്തെ ജന്മദിനത്തിന് ഓരോ ജില്ലയിലും 100 ബാലവികാസെങ്കിലും കൂട്ടുക എന്നുള്ള ഒരു നിശ്ചയം കൂടെ എല്ലാവരും എടുക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും കാലത്തെ ബാലവികാസം കൊണ്ട് ഞാൻ നേടിയ സന്തോഷം, ആനന്ദം, ഭഗവാന്റെ കൃത്യമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട്, അത് ബാലവികാസിൽ നിന്നാണ് സ്വാമി എനിക്ക് തന്നതെന്ന് എനിക്ക് തീർച്ചയുണ്ട്. കാരണം ഞാൻ ബാലവികാസ് തുടങ്ങുമ്പോൾ ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, എൻ്റെ കുട്ടികളെ നീ നോക്കൂ, നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, അതിന് സമയം ഒന്നും നിനക്ക് ആവശ്യമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഭഗവാൻ ആ വാക്ക് ഇന്നും പാലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ വാക്ക് ഭഗവാനോട് പാലിച്ചുകൊണ്ടേയിരിക്കുന്നു. എവിടെ അവസരം കിട്ടിയാലും ഒരു കുട്ടിയാണെങ്കിലും ഒരു കഥയാണെങ്കിലും ഞാൻ അതിന് പറഞ്ഞു കൊടുക്കും. അതുപോലെ എല്ലാവർക്കും അതിനുള്ള അവസരം ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ടുപിടിക്കുക, ആ അവസരം കണ്ടുപിടിച്ച് ഉപയോഗിക്കുവാൻ എല്ലാവർക്കും പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സഹിതം. സായി ഉപ്പമ്മ, സോറി കേട്ടോ, ഭജന പാടൂ വിനോദ്. ലീഡ് സിംഗർ ഒന്നും അല്ല, ഒരു ഗ്യാപ്പ് ഫില്ലിംഗ്. മോള് പാടുന്നു. ആരാണ് പാടുന്നത്? അശ്വതി, ഞാൻ പാടാം. അശ്വതി ഉറങ്ങിയ പാടിക്കോളൂ. അശ്വതി പാടി. വിട്ടല ഹരി വിട്ടല, 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 വിട്ടല ഹരി വിട്ടല,
പാണ്ഡുരംഗ വിഠലേ ഹരിനാരായണ പാണ്ഡുരംഗ വിഠലേ ഹരിനാരായണ പാണ്ഡുരംഗ വിഠലേ ഹരിനാരായണ പുരന്ദര വിഠലേ ഹരിനാരായണ പുരന്ദര വിഠലേ ഹരിനാരായണ ഹരിനാരായണ ജയ നാരായണ ഹരിനാരായണ ജയ നാരായണ ഹരിനാരായണ ജയ നാരായണ ഹരിനാരായണ ജയ നാരായണ സായി നാരായണ സത്യനാരായണ സായി നാരായണ സത്യനാരായണ സായി നാരായണ സത്യനാരായണ സായി നാരായണ സത്യനാരായണ വിഠല ഹരി വിഠല 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 പാണ്ഡുരംഗ വിഠലേ ഹരിനാരായണ പാണ്ഡുരംഗ വിഠലേ ഹരിനാരായണ പുരന്ദര വിഠലേ ഹരിനാരായണ പുരന്ദര വിഠലേ ഹരിനാരായണ ഹരിനാരായണ ജയ നാരായണ ഹരിനാരായണ ജയ നാരായണ സായി നാരായണ സത്യനാരായണ സായി നാരായണ സത്യനാരായണ സായി നാരായണ സത്യനാരായണ സായി നാരായണ സത്യനാരായണ വിഠല ഹരി വിഠല. വളരെ ഭംഗിയായി അശ്വതിയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അശ്വതി സായി കൊച്ചു മോളാണ് അവള്. സെക്കൻഡ് ഗ്രൂപ്പിലോട്ട് കയറിയിട്ടേ ഉള്ളൂ. അത്ര ചെറിയ മോളാണ് അവള്. എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലെ ആദ്യം വരുന്ന കുട്ടിയും അവസാനം ഇറങ്ങുന്ന കുട്ടിയും, ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാത്ത ഒരു മോളാണ് അശ്വതി സായി. അവൾക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മോളെ അശ്വതി അത് നന്നായിട്ട് പാടിട്ടോ. സൈറാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആനന്ദമെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ ധാരാളം സമ്പത്തുള്ള ഒരു ധനികൻ തൻ്റെ പണമെല്ലാം ഒരു ഇരുമ്പ് പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് താക്കോൽ എവിടെ വെച്ചു എന്ന് മറന്നു പോകുന്നത് പോലെ നിങ്ങൾ വെറുതെ ദുരിതം അനുഭവിക്കുന്നു. ശരിയായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടും അവയെക്കുറിച്ച് മൗനമായി ധ്യാനനിരതരായി ആലോചിച്ചുകൊണ്ടും നിങ്ങൾ ആനന്ദമെന്ന സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിധി പേടകം തുറക്കുവാനുള്ള താക്കോൽ നേടുക. ഭഗവാൻ സത്യസായി. സായിരാം. 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 ശാന്തി ഗീത പറഞ്ഞോളൂ. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.